വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരികയെ ആകെ അങ്ങ് അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് വിജയലക്ഷ്മി. കണ്ടില്ലേ അവളുടെ അഹമ്മതി, നിങ്ങൾ പറഞ്ഞാലും അവൾ കേൾക്കില്ല, ഞാൻ പറഞ്ഞാലും കേൾക്കില്ല, ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് വെളിയിൽ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു, സന്തോഷമായി എനിക്കെന്നും പറഞ്ഞങ്ങ് ശാരികയെ കുറ്റപ്പെടുത്തി വിജയലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്? ഞാനും രാജീവ് സാറും തമ്മിൽ ഒരുമിച്ച് കഴിയുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, ഞാൻ ഇത് തന്നെയാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നൊക്കെ ശാരിക പറയുമ്പോൾ ചുമ്മാതിരിക്കും മോളെ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. പക്ഷെ ഒട്ടും തെല്ലും ഒന്ന് അടങ്ങാനായിട്ട് വിജയലക്ഷ്മിയും ശാരികയും കൂട്ടാക്കുന്നില്ല. തുടർന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കഴിയാനായിട്ട് അനുവദിച്ചില്ലെന്നോ, എൻ്റെ രംഗേട്ടൻ മരിച്ചത് കൊണ്ട് നീയും നിന്റെ ഭർത്താവും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലേ, അങ്ങനെയല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങ് തട്ടിക്കയറുകയാണ്. തുടർന്ന് ചെയ്യുന്നും പറഞ്ഞ് ആകെ നാണം കെട്ട് തലകുനിച്ച് രാജീവ് കട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് വിജയലക്ഷ്മി പറയുകയാണ്, എൻ്റെ രംഗേട്ടൻ മരിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഭർത്താവ് ഇല്ലാതായത്, അല്ലാതെ നിന്റെ തള്ള ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അച്ഛൻ പെണ്ണുങ്ങളെ തിരക്കി പോയതുപോലെ എൻ്റെ ഭർത്താവ് എന്തായാലും പോയിട്ടില്ല എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ ശാരിക ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ശാരിക പറയുകയാണ്, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പല്ലടിച്ച് ഞാൻ താഴെ ഇടുമെന്നും പറഞ്ഞ് വിജയലക്ഷ്മി അടിക്കാനായിട്ട് ശാരിക കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം നീ എന്നെ അടിക്കുമോടി എന്നും പറഞ്ഞ് തല്ലടി എന്നും പറഞ്ഞ് ശാരികയുടെ മുന്നിലേക്ക് വിജയലക്ഷ്മി നിൽക്കുകയാണ്. അന്നേരം അമ്മ മാറി നിൽക്കെന്നും പറഞ്ഞ് രാജീവ് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും തെല്ലടങ്ങുന്നില്ല. അവസാനം ശാരദാമ്മയും കൃഷ്ണൻകുട്ടി അമ്മാവനും കൂടി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കട്ടിലിൽ ഇരുന്നു കൊണ്ട് രാജീവ് ശ്രമിക്കുകയാണ്. അവസാനം വിജയലക്ഷ്മി എന്ന് ശാരദ ഒന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ അമ്മാവൻ ഒരുവിധം വിജയലക്ഷ്മി പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെയും വിജയലക്ഷ്മി ശാരികയെ അവളെ എനിക്ക് തല്ലണം, വിട് കൃഷ്ണൻകുട്ടി ചേട്ടാന്നൊക്കെ പറഞ്ഞ് ആകെ ആ ഹോസ്പിറ്റൽ റൂമിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. തുടർന്ന് വീണ്ടും വിജയലക്ഷ്മി പറയുകയാണ്, ഇവൾ എന്നെ തല്ലുന്നെങ്കിൽ ഇവളുടെ തള്ളയുടെ മുമ്പിൽ വെച്ച് തന്നെ തല്ലണം, തല്ലടി എന്നും പറഞ്ഞ് ശാരികയുടെ അടുത്തേക്ക് വിജയലക്ഷ്മി ചെല്ലുന്നുണ്ട്. അന്നേരം ഒരുവിധം രാജീവ് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്, വിജയലക്ഷ്മി പറയുന്നതിൽ ന്യായമുണ്ട്, ഇതിപ്പോൾ ബഹളവും പിന്നെ അടിയും പിടിയും ഒക്കെ ഒരു വഴിക്കായി, ഇതിപ്പോൾ പതിവായിരിക്കുകയാണ്, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അമ്മാവൻ പറയുകയാണ്. അന്നേരം ആകെ സൈയിട്ട് രാജീവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അന്നേരം വേണം, ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ വേണം, നിനക്ക് അമ്മയാണോ ഭാര്യയാണോ വേണ്ടതെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം എന്നങ്ങ് ശാഠ്യം പിടിക്കുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് ഞാൻ എൻ്റെ തീരുമാനം ഇപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞ് രാജീവ് പറയുകയാണ്. എന്തായാലും അന്നേരം മോനെന്ന് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. അന്നേരം ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലമ്മേ, ഞാൻ എൻ്റെ തീരുമാനം പറയുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം തെല്ലൊന്ന് ആശങ്കപ്പെടുകയാണ് ശാരദാമ്മയും ശാരികയും. അന്നേരം വിജയലക്ഷ്മിക്ക് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് രാജീവ് പറയുകയാണ്, പ്രസവിച്ച അമ്മയെ എന്തായാലും എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും പറയുമ്പോൾ വിജയലക്ഷ്മി അങ്ങ് സന്തോഷിച്ച്, കണ്ടോ എൻ്റെ മോൻ പറയുന്നത് കേട്ടോ എന്നും പറഞ്ഞങ്ങ് സന്തോഷിക്കുകയാണ്. തുടർന്ന് ബാക്കി രാജീവ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ താലി കെട്ടി ജീവിത അവസാനം വരെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ എൻ്റെ പെണ്ണിനെയും എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല, ചിത വരെ ഇവൾ എൻ്റെ കൂടെ തന്നെ കാണും. ഈ ശാരീരികമായിട്ട് ഒത്തുപോകാൻ കഴിയുമെങ്കിൽ മാത്രം അമ്മയ്ക്കും അമ്മാവനും എൻ്റെ കൂടെ താമസിക്കാം എന്നുള്ള തീരുമാനം രാജീവ് അറിയിക്കുകയാണ്. അന്നേരം ശാരികയ്ക്ക് സന്തോഷത്തോടുകൂടി ശാരദാമ്മയുടെ കയ്യിലങ്ങ് മുറുകെ പിടിക്കുന്നുണ്ട്. തുടർന്ന് വിജയലക്ഷ്മി സങ്കടത്തോടെ കൃഷ്ണൻകുട്ടിയോട് ചോദിക്കുകയാണ്, ഇതേ കണ്ടില്ലേ ചേട്ടാ ഇവൻ എന്തുവായി പറയുന്നതെന്ന്. അന്നേരം കുറച്ച് ദേഷ്യത്തിൽ അമ്മാവൻ പറയുകയാണ്, അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ശാരികയും രാജീവിനെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ നിനക്ക് ഇവരുടെ കൂടെ താമസിക്കാമെന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അയ്യോ കൃഷ്ണൻകുട്ടി ചേട്ടാ അങ്ങനെയല്ല പറഞ്ഞത്, അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്നല്ലേ രാജീവ് സാർ ആദ്യം പറഞ്ഞത്, അതുപോലെ തന്നെയല്ലേ ഭാര്യയുടെ കാര്യവും, എല്ലാവരും ഒരു പരസ്പര സഹായത്തിൽ ബഹളമൊന്നും ഇല്ലാതെ സമാധാനത്തോടുകൂടി കഴിഞ്ഞാൽ അവിടെയല്ലേ സന്തോഷം എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം സമാധാനക്കേട് ഞങ്ങളായിട്ട് എന്തായാലും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞങ്ങ് കൈയടിക്കുകയാണ് അമ്മാവൻ. തുടർന്ന് വിജയലക്ഷ്മിയോട് അമ്മാവൻ പറയുന്നുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നാ. തുടർന്ന് വിജയലക്ഷ്മിയോട് കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ, തക്കരയിൽ പോയി ഇനി എനിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ കേട്ടങ്ങ് നിന്നാൽ മതിയെന്ന്. അന്നേരം ഓ ശരിയെന്നും പറഞ്ഞ് ഒരുവിധം സമ്മതിച്ചിട്ട് തിരികെ ഹോസ്പിറ്റൽ ബെഡിനരികിലേക്ക് വിജയലക്ഷ്മിയും കൊണ്ടുവന്നിട്ട്, ഞങ്ങളായിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഇവളെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ശാരദാമ്മയുടെ മുമ്പിൽ വെച്ച് ശാരികയും വാക്ക് തരണം എന്ന് പറയുകയാണ്. അന്നേരം ശാരികയെന്ന് ശാരദാമ്മ അങ്ങ് സങ്കടത്തോടെ വിളിക്കുമ്പോൾ, ഞാൻ ആരോടും വഴക്കിനൊന്നുമില്ല, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ
മതി എന്ന് തൊഴുത് ശാരിക പറയുന്നുണ്ട്. തുടർന്ന് കൃഷ്ണൻകുട്ടി അമ്മാവൻ വിജയലക്ഷ്മിയോട് പറയുകയാണ്, മരുമകൾ എന്ന് പറഞ്ഞാൽ മകളുടെ സ്ഥാനമല്ലേ, ഇപ്പോൾ നീ എല്ലാം പരസ്പര ദേഷ്യവും എല്ലാം മറന്ന് മരുമകളെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന്. അന്നേരം വിജയലക്ഷ്മി ഒന്ന് അന്തം വിട്ട് കൃഷ്ണൻകുട്ടിയെ നോക്കുന്നുണ്ട്. അന്നേരം കണ്ണടച്ച് കാണിക്കുകയാണ് അങ്ങനെ ചെയ്യാനായിട്ട്. തുടർന്ന് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെ പിടിച്ച് ശാരികയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് രണ്ടുപേരോടും കെട്ടിപ്പിടിക്കാൻ പറയുകയാണ്. ഇവരിത് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ അക്ഷമയോടെ നോക്കിയിരിക്കുകയാണ് രാജീവും ശാരദാമ്മയും ഒക്കെ. തുടർന്ന് എന്തായത് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചതെന്നും പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് കൃഷ്ണൻകുട്ടി അമ്മാവൻ നിർത്തുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ നിർബന്ധിക്കുമ്പോൾ ശാരിക വിജയലക്ഷ്മിയും കൂടി കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ശാരദാമ്മ നോക്കിയിട്ട് വിജയലക്ഷ്മി അങ്ങ് ഇറുക്കെ പിടിക്കുന്നുണ്ട് ശാരികയെ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ, അത് മനസ്സിലാണ് പറയുന്നത്, എൻ്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ നിന്നെ എൻ്റെ മകനൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. അതേപോലെ തന്നെ മനസ്സിൽ ശാരികയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും വിജയലക്ഷ്മി, നിങ്ങളുടെ മകനെ ഞാൻ നിങ്ങളിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുമെന്ന്. അന്നേരം രണ്ടുപേരും എന്തോ ദൃഢനിശ്ചയം പോലെ മനസ്സിൽ തീരുമാനിക്കുകയാണ്. തുടർന്ന് അവർ പരസ്പരമാക്കട്ട് വിടുന്നുണ്ട്. തുടർന്നുള്ള സീൻ കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ സുസ്മിത ആകെ ടെൻഷനിലാണ്. പ്രീതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിലും തൽക്കാലം ഭാമാൻറ്റിയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലല്ലേ ഞാൻ, ആ ഫോറൻസിക്കാരുടെ കയ്യിൽ ഇരിക്കുന്ന റിസൾട്ട് പോലെ ഇരിക്കും ഇനി എൻ്റെ വിധി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് കുറേ നേരം ആലോചിച്ചിട്ട് നെറ്റിൽ നിന്നും ഫോറൻസിക്കാരുടെ നമ്പർ എടുത്ത് സുസ്മിത റിസൾട്ട് അറിയാനായിട്ട് വിളിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഞാനൊരു കേസിൻ്റെ കാര്യം അറിയാനാണ് വിളിക്കുന്നത്, പായസത്തിൽ വിഷം ചേർത്ത ആ കേസ്, അതിൽ തെളിവ് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആരാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശാലിനിയാണ് എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം തെളിവ് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി, ആ ഫിംഗർ പ്രിൻറ്റും വീട്ടിലെ ഒരാളിൻ്റെ ഫിംഗർ പ്രിൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ആരാണെന്ന് ചോദിക്കുമ്പോൾ സോറി മാഡം, അത് ഞങ്ങൾക്ക് പറയാനായിട്ട് വകുപ്പില്ല, റിസൾട്ട് ഞങ്ങൾക്ക് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ഈ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ റൂമിന് പുറത്ത് നിന്ന് പ്രീതി കേൾക്കുന്നുണ്ട്. ശാലിനിയാണ് വിളിക്കുന്നത് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ആകെ അങ്ങ് അന്തം വിടുകയാണ് പ്രീതി. തുടർന്ന് റിസൾട്ട് ആ ഉദ്യോഗസ്ഥൻ പറയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സുസ്മിത ആയിരിക്കും അതൊക്കെ ചെയ്തതല്ലേ സാർ, അല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ തന്നെ സുസ്മിത അങ്ങോട്ട് പറയുന്നുണ്ട്. അന്നേരവും സോറി, ഞങ്ങൾ റിസൾട്ട് പറയില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ്. തുടർന്ന് അയാളെ ഒന്ന് വലയിലാക്കാനായിട്ട് സുസ്മിത ശ്രമിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാറിൻ്റെ പോലുള്ള നല്ല ഗാംഭീര്യമുള്ള സൗണ്ട്, സാറ് മാരീഡ് ആണോ എന്നൊരു രസത്തിലൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അന്നേരം ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് ആ ഉദ്യോഗസ്ഥൻ. അതിലും വീണില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുന്നുണ്ട്. അന്നേരവും പ്രീതി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട്. തുടർന്ന് സുസ്മിത തൻ്റെ ബാഗ് എടുത്ത് തുണിയും എല്ലാം ഒക്കെ അതിനകത്ത് വാരിയിട്ട ശേഷം വീട്ടിലേക്ക് എന്നും പറഞ്ഞ് ബാഗും തോളിലിട്ട് അങ്ങ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രീതിയെ കാണുന്നുണ്ട്. അന്നേരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വീട്ടിലേക്ക് എന്ന് പറയുന്നു. അന്നേരം എന്താ വിശേഷം എന്ന് പ്രീതി ഒന്ന് കടുപ്പിച്ച് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് അറ്റാക്ക് വന്നു എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം അറ്റാക്ക് വന്നിട്ട് നിൻ്റെ തള്ളച്ചത്ത് മേലോട്ടെടുത്തോ, നീ ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതി സുസ്മിതയെ പിടിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് പ്രീതിയെ തള്ളി അങ്ങ് കട്ടിലേക്ക് ഇട്ടിട്ട് സുസ്മിത സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട്. അതേസമയം ഉമ്മറത്ത് പൊന്നി നിൽപ്പുണ്ടായിരുന്നു. പൊന്നി അവളെ പിടിക്കുന്നൊക്കെ പ്രീതി പറയുന്നുണ്ട്. പക്ഷേ പൊന്നിയെയും വെട്ടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് വണ്ടി സത്യഭാമയുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും ശ്രീരഞ്ജിനി ഇറങ്ങുന്നത് കണ്ട് ആകെ അമ്പരന്ന് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുകയായിരുന്നു, ഞങ്ങൾ കുഞ്ഞുനാളിലെ ഉള്ള ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെയല്ലേ പ്രീതി എന്ന് സുസ്മിത അവിടെ നിന്ന് തന്നെ പ്രീതിയോട് എത്തി വലിഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം പ്രീതി ഒന്നും മിണ്ടുന്നില്ല. അന്നേരം അതൊക്കെ കുഞ്ഞുനാളിലല്ലേ സുസ്മിതയെ, വലുതാകുമ്പോൾ ചിലർ പോലീസാവും, ചിലർ കള്ളനും ആകും എന്ന് പറയുകയാണ്. ചിലർ പകൽ കള്ളന്മാരാണ്, മാന്യതയുടെ മുഖം മൂടിയിട്ട് നടക്കുന്നവരാണ്, അതൊക്കെ ഞാൻ തെളിയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആദർശങ്ങൾ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ എന്തിനാ മാഡം എന്നോട് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി തിരിച്ച് കളിയാക്കുകയാണ്. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, ഇതെന്തിനാണ് ഞാൻ സുസ്മിതയോട് പറയുന്നത്, പിന്നെ ഇങ്ങോട്ട് വന്നേ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് സുസ്മിതയെ തോളിലേക്ക് ശ്രീരഞ്ജിനി പിടിക്കുന്നുണ്ട്. അന്നേരം എന്ത് റിസൾട്ട് എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം കഴിഞ്ഞ ദിവസം ഇവിടെ ഫോറൻസിക്കാർ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു പരീക്ഷ എഴുതിയില്ലേ, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനാണ്, മുഴുവൻ A+ വാങ്ങി വിജയിച്ച ഒരാൾ ഇവിടെയുണ്ട്, മോൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് സുസ്മിതയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറുകയാണ് ശ്രീരഞ്ജിനി. അന്നേരം രാഘവൻ നായരും സത്യഭാമയും ഒക്കെ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്.
തുടർന്ന് കാര്യങ്ങളൊക്കെ സത്യഭാമയോടും രാഘവൻ നായരോടും ശ്രീരഞ്ജിനി വിവരിക്കുകയാണ്. പായസത്തിൽ വിഷം ചേർന്നൊരു കേസ് ഉണ്ടായിരുന്നില്ലേ, ഫോറൻസിക്കുകാർ ഇവിടെ വന്ന ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് പോയില്ലേ, ആ വിഷം കൊണ്ടുവന്ന കുപ്പിയിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീതിയുടെയും അർജുൻ്റെയും കുഞ്ഞിനെ അരുംകൊല ചെയ്ത കൊലയാളിയുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണോ കൊലപാതകം ചെയ്തതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ഒരിക്കലുമല്ല മാഡം, ശാലിനി തെളിവുകൾ തരാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞങ്ങൾ വിട്ടയച്ചത്. ഇതിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല, പ്രതിയെ ഞങ്ങൾക്ക് കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് പോകേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ശ്രീരഞ്ജിനി പറയുമ്പോൾ ആകെ അക്ഷമയോടെ നിൽക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും പിന്നെ സത്യഭാമയും ഒക്കെ. തുടർന്ന് ഇനി ഞാൻ ആ സസ്പെൻസ് വലിച്ചു നീട്ടുന്നില്ല. ഈ കുഞ്ഞിനെ അരുംകൊല ചെയ്തത് നിങ്ങൾ പാലൂട്ടി വളർത്തിയ ഈ സുസ്മിത തന്നെയാണ് എന്ന സുസ്മിതയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. അന്നേരം ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് സുസ്മിത. അന്നേരം സുസ്മിതയോ ഒന്ന് അന്തം വിട്ട് സത്യഭാമ ചോദിക്കുകയാണ്. പക്ഷേ യാതൊരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും. നാട്ടിലെ നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കുന്ന നിങ്ങളുടെ വീട്ടിലെ അക്രമിയെ തിരിച്ചറിയേണ്ടതായിരുന്നു. പൊട്ടിക്കരച്ചിലും ഫ്ലാഷ് ബാഗും ഒക്കെ അങ്ങ് നടക്കട്ടെ, പക്ഷേ ഞാൻ ഈ പ്രതിയെ കൊണ്ടുപോവുകയാണ്, നമുക്ക് പോകാം സുസ്മിതയെന്നും പറഞ്ഞ് സുസ്മിതയുടെ തോളിൽ ശ്രീരഞ്ജിനി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആ ബാഗ് ഇവിടെ അങ്ങ് വെച്ചേക്ക്, ജയിലിൽ ഫാഷൻ പരേഡ് ഒന്നുമില്ല, എല്ലാവർക്കും ഒരേ യൂണിഫോം തന്നെയാണെന്ന് പറയുമ്പോൾ അങ്ങ് നിസ്സഹായയായി സുസ്മിതയുടെ തോളിൽ നിന്നും പതിയെ ബാഗ് അങ്ങ് താഴേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് പോകാമെന്ന് ശ്രീരഞ്ജിനി വീണ്ടും പറയുമ്പോൾ മാഡം 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പ്രീതി ഇത്തിരി സമയം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് ഇവൾക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞ് സുസ്മിതയുടെ കവിളിലേക്ക് ആഞ്ഞടിക്കുകയാണ് പ്രീതി. അന്നേരം പോലീസ് കോൺസ്റ്റബിൾ എടിയെന്നും പറഞ്ഞ് പ്രീതിയുടെ നേർക്കടുക്കുന്നുണ്ട്. അന്നേരം വേണ്ട സുനിതയെ വിട്ടേക്ക്, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേവും നോവും ഒക്കെ അവൾ അറിയണം, 1-2 കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. തുടർന്ന് ഒരടി കൂടി പ്രീതി കൊടുക്കുന്നുണ്ട്. അന്നേരം ആകെ കവിളങ്ങ് വേദനിച്ച് കവിളും പൊത്തി സുസ്മിത നിൽക്കുകയാണ്. എന്നിട്ട് ആൻറ്റി എന്നും പറഞ്ഞ് ഓടി സങ്കടത്തോടെ സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം എന്തോന്ന് ആൻറ്റി, ഇങ്ങോട്ട് മാറി നിൽക്കടി, അതെൻ്റെ അമ്മയാണ്, നിന്നെ കാരണം ഞാൻ എൻ്റെ അമ്മയെ വരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെ വീണ്ടും 2-3 തവണ അങ്ങ് മാറി 3-4 തവണ പ്രീതി അടിക്കുന്നുണ്ട്. എന്നിട്ട് കഴുത്തിനങ്ങ് കുത്തിപ്പിടിച്ചിട്ട്, നിന്നോട് ഞാൻ എന്ത് തെറ്റാടി ചെയ്തത്, നിനക്ക് എങ്ങനെ തോന്നി എന്നെ കുഞ്ഞിനെ കൊല്ലാനായിട്ടെന്നും പറഞ്ഞ് പിടി മുറുകിയിട്ട് ആ കൈമാറ്റി വീണ്ടും 2-3 അടി പ്രീതി അടിക്കുന്നുണ്ട്. അവസാനം ശ്രീരഞ്ജിനി മതിയെന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് പ്രീതി ആകെ സങ്കടപ്പെടുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനും ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ, ഇവർക്ക് എങ്ങനെ തോന്നിയെന്നും പറഞ്ഞ് പ്രീതി ആകെ പൊട്ടിക്കരയുകയാണ്. അന്നേരം പോട്ടെ മോളെ എന്നും പറഞ്ഞ് ശ്രീരഞ്ജിനി ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഭാമ ഇതൊക്കെ കണ്ടിട്ട്. തുടർന്ന് ആകെ സങ്കടപ്പെട്ട് അങ്ങൊരു അവശയെ പോലെ തറയിലേക്ക് സുസ്മിത അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അന്നേരം എഴുന്നേൽക്കടിയെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. തുടർന്നൊരു വനിതാ കോൺസ്റ്റബിൾ പിടിച്ച് ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം അവരുടെ പിടി മാറ്റിയിട്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് സത്യഭാമയെ കയറി പിടിക്കുകയാണ്, തോള് കയറി പിടിക്കുകയാണ് സുസ്മിത. അന്നേരം ദേഷ്യത്തോട് തന്നെ സുസ്മിതയുടെ ആ കൈ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് തെല്ലും കൂസലില്ലാതെ ഭാമ അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് എന്നോട് ക്ഷമിക്കുക ആൻറ്റി എന്നും പറഞ്ഞ് സത്യഭാമയുടെ കാൽക്കൽ വീഴുകയാണ് സുസ്മിത. അന്നേരം കാല് പിറകോട്ട് വലിക്കുന്നുണ്ട്. വീണ്ടും ആൻറ്റി എന്നോട് ക്ഷമിക്കുക, എന്നെ കൊണ്ടുപോകരുതെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് വീണ്ടും കാല് പിടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അന്നേരവും കാല് പിറകിലോട്ട് സത്യഭാമ വലിക്കുകയാണ്. തുടർന്ന് പൊക്കിയെടുത്ത് അവളെ വണ്ടി കയറ്റി എന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ വനിതാ കോൺസ്റ്റബിൾമാർ 2-3 പേര് ചേർന്ന് സുസ്മിതയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരവും ആൻറ്റി എന്നെ കൊണ്ടുപോകരുതെന്ന് പറയാൻ ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിതയുടെ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് ഭാമ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ ബലമായിട്ട് ജീപ്പിലേക്ക് വലിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ട് ആകെ സങ്കടം തോന്നും പ്രീതി. തൻ്റെ വയറിലേക്ക് കൈ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് കരയുകയാണ്. ഇത് സങ്കടത്തോടു കൂടി ഭാമ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ സുസ്മിതയെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.